welcome back to my channel Shanooja Study Tips. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ 8th സ്റ്റാൻഡേർഡിനെ ബേസ്ഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ എക്സ്പ്ലനേഷൻ ആണ്. നമ്മുടെ ബയോളജിയിലെ ആദ്യത്തെ പാഠം ലൈഫ് മൈസ്ട്രേറ്റ് ഇൻ ലിറ്റിൽ ക്യാമ്പസ് എന്നുള്ള ജസ്റ്റ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ഞാൻ ഇടാൻ പോകുന്നത്. അത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിൽ പോയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടെയുള്ളൊരു ബെല്ലൈക്കൺ ബട്ടൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലോട്ട് വരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതാണ് നമ്മുടെ 8th സ്റ്റാൻഡേർഡിലെ ബയോളജിയിലെ ആദ്യത്തെ പാഠം ലൈഫ് മൈസ്ട്രേറ്റ് ഇൻ ലിറ്റിൽ ക്യാമ്പേഴ്സ് എന്നാണ് ലെസണിൻ്റെ പേര്. ഇതിൽ മെയിൻ പഠിക്കാനുള്ളത് എന്തെന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിന് അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണെന്നൊക്കെ വിശദമായി പഠിക്കാനുണ്ട്. പക്ഷേ മൈക്രോസ്കോപ്പിൽ ഒരുപാട് പാർട്സ് ഉണ്ട്. പക്ഷേ 8th സ്റ്റാൻഡേർഡിൽ ആകെ 6 അഥവാ 6 പാർട്സ് മാത്രമാണ് നമുക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 6 മാത്രം നമ്മൾ പഠിച്ചാൽ മതി. പക്ഷേ നമുക്ക് വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ നിറയെ പഠിക്കാനുണ്ടാകും. പക്ഷേ ഇപ്പോൾ ജസ്റ്റ് 6 പാർട്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. പിന്നെ സെൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെൽസിൻ്റെ ഫങ്ഷൻസ്, സെൽ തിയോറി എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിനൊക്കെ കുറിച്ച് നമുക്ക് വളരെ വിശദമായി പഠിക്കാനുണ്ട്. നമ്മുടെ ഉള്ളിലെ ഓരോ സെൽസിനെ കുറിച്ചിട്ടും വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നത് നമ്മുടെ മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ പാർട്സൊക്കെ വളരെ വിശദമാക്കുന്നുണ്ട്. അതുമാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നത്. അതിൻ്റെ പാർട്സും അതെവിടേക്കാണ് വരുന്നത് എന്നൊക്കെ ഞാൻ വിശദമാക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നോട്ട്സിലും എഴുതി വെക്കാവുന്നതാണ്. അപ്പോൾ എന്നാൽ നമുക്ക് അത് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നാണ് ഇതിന് പറയുക. കാരണം നമുക്ക് രണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ട്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. പക്ഷേ നമ്മുടെ ലെസണിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ കുറിച്ച് അത്ര പഠിക്കാനില്ല. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ കുറിച്ചിട്ടാണ് മെയിൻ പഠിക്കാനുള്ളത്. അതാണ് ഞാൻ ഇത് വരച്ചത് കേട്ടോ. അപ്പോൾ ഇത് വരച്ചതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ വരച്ചിട്ട് തന്നെ കാണിച്ചു തന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റത്തെ പാർട്സാണ് ഐ പീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ നോക്കുന്ന ഭാഗം, മൈക്രോസ്കോപ്പിലൂടെ നോക്കുന്ന ഭാഗത്തിനെയാണ് ഐ പീസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി അടുത്തത് നോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ തിരിക്കില്ലേ, അതാണ്. ഞാൻ അവിടെ 2 ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തിലോട്ട് ഏരോ മാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും തിരിക്കുന്ന ഭാഗത്തിനെയാണ് നോബ് എന്ന് പറയുന്നത്. ഇനി അടുത്തതിലോട്ട് പോവുകയാണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ലെൻസിനെയൊക്കെ കാണാൻ സഹായിക്കുന്നത്, കാരണം വലുതായി കാണാൻ സഹായിക്കുന്നതിനെയാണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് കൊടുത്തിട്ട് അവിടെ ഏരോ മാർക്കും കൊടുത്തിട്ടുണ്ട്. അതിനെയാണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതിലോട്ട് പോവുകയാണ് സ്റ്റേറ്റ്സ് ആൻഡ് ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന ഒരു സാധനം, അതായത് ഇപ്പോൾ നമ്മൾ ഒരു വെക്കുമല്ലോ, അപ്പോൾ ആ ഒരു സ്പേസിന് പറയുന്ന പേരാണ് സ്റ്റേറ്റ്സ് ആൻഡ് ക്ലിപ്പ്. ഇനി അടുത്തതിലോട്ട് പോവുകയാണ് കണ്ടൻസർ എന്ന് പറഞ്ഞാൽ മിററുടെ മുകളിൽ വരുന്ന ആ ഒരു റൗണ്ടിൽ അതിന് പറയുന്ന പേരാണ് കണ്ടൻസർ. ഇനി ലാസ്റ്റ് വണ്ണിലോട്ട് പോവാണ് മിറർ പറഞ്ഞാൽ കണ്ണാടി. അപ്പോൾ നമുക്കിപ്പോൾ നന്നായിട്ട് ക്ലിയർ ആക്കി കാണാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ സ്വാഭാവികമായിട്ടും കണ്ണാടി ഉണ്ടാവും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് മിറർ. അപ്പോൾ ഇത്രയും പാർട്സാണ് നമുക്ക് മൈക്രോസ്കോപ്പിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ മൊത്തം 6 പാർട്സ് ഉണ്ട്, 6 പാർട്സ് ഉണ്ട്. അതാണ് മെയിൻ പഠിക്കാനുള്ളത്. ഒന്നുകൂടി ഞാൻ പറയാം: ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേറ്റ്സ് ആൻഡ് ക്ലിപ്പ്, കണ്ടൻസർ ആൻഡ് മിറർ. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും ബൈ ഹാർട്ടാക്കി പഠിക്കണം. ഞാൻ വരച്ചതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് പുസ്തകത്തിലും വരയ്ക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വരച്ചിട്ട് തന്നെ കാണിച്ചു തന്നത്. ഇനി നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ കറക്റ്റ് രൂപം നോക്കാം. ഇതാണ് നമ്മുടെ ഒറിജിനൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കാരണം നേരത്തെ ഞാൻ വരച്ചിട്ടുള്ള കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ് കാണിച്ചു തന്നത്. ഇതാണ് നമ്മുടെ ഒറിജിനൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് വെറുതെ ഞാൻ കാണിച്ചു തന്നതാണ്. പാർട്സ് ഒന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എഴുതിയതിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ വരച്ചിട്ട് തന്നെ കാണിച്ചു തന്നത്. അതാകുമ്പോൾ നിങ്ങൾക്ക് നോട്ട്സിലും എഴുതിയെടുക്കാനും സിമ്പിളായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഇതിൽ ഞാൻ പാർട്സ് ഒന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ഞാനിപ്പോൾ വെറുതെ പറയാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണുന്നതാണ്, അതോ ഇപ്പോൾ നമ്മുടെ കറുപ്പ് കളറില്ലേ, നമ്മൾ നോക്കുന്ന ഭാഗം, അതിനെയാണ് ഐ പീസ് എന്ന് പറയുന്നത്. പിന്നെ തിരിക്കുന്ന ഭാഗത്തിനെയാണ് നോബ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് സ്റ്റേറ്റ്സ് ആൻഡ് ക്ലിപ്പ്, പിന്നെ കണ്ടൻസർ,
പിന്നെ മിറർ, പിന്നെ ഒബ്ജക്റ്റീവ് ലെൻസ്. ഇതൊക്കെയാണ് ഇതിന്. ഞാൻ ജസ്റ്റ് ഓർഡർ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഓർഡർ ആയിട്ടല്ല ഞാൻ പറഞ്ഞത്. എന്തായാലും നിങ്ങൾക്ക് വരച്ചതിൽ നോക്കിയാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് ജസ്റ്റ് ഞാൻ ഓർഡർ ഒന്നും അല്ലാണ്ട് പറഞ്ഞതാണ്. വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം ഓർഡർ ആയിട്ട്. ഐ പീസ്, നോബ്, ഒബ്ജക്റ്റീവ് ലെൻസ്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്, കണ്ടൻസർ ആൻഡ് മിറർ. ഇതാണ് നമ്മുടെ 6 പാർട്സ്. ഇത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ ഇപ്രാവശ്യം. അപ്പോൾ ഇത് നന്നായി പഠിക്കണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോട്ട്സിൽ എഴുതിയെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഈ ഓവർ ലെങ്തി ആവാനും പാടില്ലല്ലോ വീഡിയോസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കും. ഞാൻ ഒന്നും കൂടി പറയാനത് നിങ്ങൾക്ക് ഇഷ്ടമായി. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടെയുള്ളൊരു ബെല്ലൈക്കൻ ബട്ടൺ കൂടി അമർത്തുക. എന്നിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലോട്ട് വരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.